ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ആ ഒരു പേര് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ് സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേര് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ എവിടെ വെച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആ ഒരു പേര് കേൾക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, 2 of Cups ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, Ace of Swords വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 5 of Pentacles റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, 10 of Wands കിട്ടുന്നുണ്ട്, Page of Pentacles കിട്ടുന്നുണ്ട്, 9 of Pentacles ഇവിടെ വരുന്നുണ്ട്. രണ്ട് കാർഡുകൾ, King of Swords വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് 8 of Swords ഇവിടെ കിട്ടുന്നുണ്ട്, ഡെത്ത് കാർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, 3 of Cups, 6 of Cups, സോറി 7 of Cups ആണ്, 6 of Cups അല്ല, 7 of Cups, 10 of Pentacles. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ 8 of Cups ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ ആദ്യമേ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 2 of Cupsന്റെ ഒരു കാർഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം ആദ്യമേ നിങ്ങളുടെ ഒരു പേര് ആരെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഇവിടെ വെച്ചെങ്കിലും നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യേണ്ട ഒരു സമയമോ ഒക്കെ വരുമ്പോൾ മറ്റു വ്യക്തികളുടെ ഒരു ഇതിൽ നിന്ന് ആ ഒരു പേര് കേൾക്കുന്ന അവരുടെ സംസാരത്തിനിടയിലൊക്കെ ആ പേര് കേൾക്കാൻ ഇടയാവുകയാണെങ്കിൽ ആദ്യം തന്നെ അവരുടെ മനസ്സിൽ വരുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടാണ്. അപ്പൊ ഈ ആള് എന്നെ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊരു ഫീലിങ്സ് അവർക്കുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ സാധാരണ ഒരു അട്രാക്ഷൻ മാത്രമല്ല, ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്ന ഒരു ബന്ധം പോലെ അവർ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു പഴയ ഒരു ഓർമ്മകൾ അവരിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായി പോയ ആ ഒരു സമയമൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ വേ ഓഫ് ടോക്കിംഗ്, എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു സംസാരങ്ങൾ, ഇമോഷണൽ മൂവ്മെന്റ്സ് ഒക്കെ എല്ലാം മനസ്സിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ആദ്യമേ അതാണ് അവരുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും അവരെ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഇത്രയും നാൾ ജീവിച്ചതിൽ ശരിക്കും അവരെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു 2 of Cupsൽ നിന്ന് എടുത്തു പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഏസ് ഓഫ് സോർട്സിന്റെ ഒരു കാർഡ് ഉണ്ട്. ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലാരിറ്റിയുടെ എനർജിയാണ്. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അവർക്കൊരു സത്യം ഹിറ്റ് ചെയ്യുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ എന്തോ ഒരു വാംത്ത് അവർക്കുണ്ടാകുന്നു, ഒരു പോസിറ്റീവ് എനർജി അവർക്കുണ്ടാകുന്നു. അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ ഫീലിങ്സ് അവര് ഒതുക്കി വെക്കുന്നു, അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് വെച്ചാലും ഉള്ളിന്റെ ഉള്ളില് അവർക്കറിയാം നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരാളാണ് എന്ന്. ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരുമിച്ചല്ല ഒരു പേഴ്സൺ പോകുന്നതെങ്കിലും ഒരുമിച്ചാണ് പോകുന്നതെങ്കിലും സെപ്പറേഷനിലാണെങ്കിൽ പോലും എങ്ങനെയാണെങ്കിലും ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ വേർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ആയിരിക്കാം, നിങ്ങളുടെ കോൺവെർസേഷൻസ് ആയിരിക്കാം, എല്ലാം തന്നെ അവരെ മെന്റലി ഒത്തിരി സ്ട്രോങ് ആക്കാനായിട്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ മെന്റലി സ്ട്രോങ് ആക്കാനായിട്ട് ഒത്തിരി അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ അഡ്വൈസ്, നിങ്ങളുടെ വേർഡ്സുകൾ, നിങ്ങളുടെ കോൺവെർസേഷൻ എല്ലാം അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവർ ഒത്തിരി കോൺഫിഡൻ്റ് ആയിട്ട് നല്ലൊരു വേറെ ലെവലിലേക്ക് ലൈഫ് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ഈ ഒരു വാക്കുകൾ, സംസാരങ്ങളിലൊക്കെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എപ്പോഴും അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കാറുമുണ്ട്. അപ്പൊ പലപ്പോഴും നിങ്ങൾക്ക് അതൊരു വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടാവില്ല.
നിങ്ങൾ കാഷ്വലായിട്ട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നേ ഉള്ളൂ എങ്കിൽ പോലും അവർക്ക് അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു. അവരുടെ ലൈഫിൽ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട സമയങ്ങളിൽ, ഒറ്റപ്പെട്ടു പോയ സമയങ്ങളിലൊക്കെ ആ നിങ്ങളുടെ ചെറിയ ചെറിയ സംസാരങ്ങളോ ഒപ്പീനിയൻസ് ഒക്കെ അവർക്കൊരു വലിയ ഒരു മാറ്റം അവരുടെ ലൈഫിനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ 5 ഓഫ് പെൻഡക്കിൾസ് വരുമ്പോഴത്തേക്കും 5 ഓഫ് പെൻഡക്കിൾസ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടായിട്ടും അവർക്ക് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആയിട്ട് പോകാനായിട്ട് പറ്റില്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ആ നഷ്ടപ്പെട്ട ഒരു കണക്ഷൻ തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ഹിഡൻ ഫീലിങ്സ് അവർക്ക് ഉണ്ടാകുന്നു. ഇത് ശരിക്കും റിപ്പയർ ചെയ്യാമായിരുന്നില്ലേ അല്ലെങ്കിൽ വീണ്ടെടുക്കാമായിരുന്നില്ലേ എന്നൊരു റിഗ്രറ്റീവ് എനർജിയും അവർക്കുണ്ട്. അപ്പോൾ പലപ്പോഴും പലർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് പോയത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ട്, അവർക്ക് അതിൻ്റെതായ ന്യായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. എങ്കിൽ തന്നെയും ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, അവർക്ക് കുറ്റബോധമുണ്ട്. നിങ്ങളെ അവഗണിച്ച് നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയതിൽ അവർക്കൊരു കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു എഫേർട്ടൊക്കെ ഇട്ട് ഒന്ന് ഈ റിലേഷൻഷിപ്പ് റിപ്പയർ ചെയ്യാമായിരുന്നില്ലേ എന്നൊരു കുറ്റബോധം അവർക്കുണ്ട്. എങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നേനെ എന്ന് അവർ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 10 ഓഫ് വാൻസിൻ്റെ ഒരു കാർഡാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള ഇമോഷൻസ് അവർക്ക് ഹെവി ആയിട്ടാണ് തോന്നുന്നത്. അതായത് നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാകുന്നു, അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രഷർ ഉണ്ടാകുന്നുണ്ട്. അപ്പം കുറേ അവരെ സോൾവ് ചെയ്യാൻ പെടാത്ത കുറേ ഫീലിങ്സുകൾ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ കയറി വരും. ആൻസൈറ്റി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുന്നത് ഇമോഷണലി അവരെ തളർത്തി കളയുന്ന ഒന്നായി മാറുകയാണ്. അപ്പം ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചാലും ഉള്ളിൽ അത് ഒരു ഇങ്ങനെ തള്ളി കയറി വരുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ആണ് അവർക്ക് ഉണ്ടാക്കുന്നത്. അതവരെ മടുപ്പിക്കുന്നു, അല്ലെ അവരെ ടയേർഡ് ആക്കുന്നു. എങ്കിലും അവർക്കത് വേണ്ടാന്ന് വെക്കാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പേജ് ഓഫ് പെൻഡക്കിൾസ്. നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇപ്പോഴും അവർക്കുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോയോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വിട്ടിട്ട് പോയ അതേ സ്റ്റേജിൽ തന്നെ നിങ്ങൾ നിൽക്കുവാണോ, നിങ്ങൾ മൂവ് ഓൺ ചെയ്തോ, നിങ്ങൾ ഹാപ്പിയാണോ, നിങ്ങൾക്ക് വേറെ ആരെങ്കിലുമായിട്ട് ഓപ്ഷൻസ് കിട്ടിയോ, കമ്മിറ്റ്മെന്റ്സ് കിട്ടിയോ, പുതിയ കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടന്നു, എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, ഇതൊക്കെ അവർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ചൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ചിലപ്പോൾ ഒരു സീക്രട്ട്ലി ഒക്കെ നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കാനുള്ള ഒരു ടെൻഡൻസി പോലും അവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 9 ഓഫ് പെൻഡക്കിൾസിന്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 9 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇപ്പോഴും അവർക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം അവർ നിങ്ങളെ ശരിക്കും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ സെൽഫ് വർത്ത് ഉള്ള ഒരു ക്ലാസി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇപ്പോൾ ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ആ ഒരു രീതിയിലൊന്നുമല്ല നിങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ അവർ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ വരണം, നിങ്ങളുടെ നന്മ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ സക്സസ് ആകണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്, നിങ്ങളൊരു ക്ലാസി ആയിട്ട് കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടും അതുപോലെ സെൽഫ് വർത്ത് ഉള്ള ഒരു പേഴ്സൺ ആയിട്ടും വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് വന്നതിന് ശേഷം തന്നെയാണ് നിങ്ങളുടെ വാല്യൂ കൂടുതലായിട്ട് അവർ മനസ്സിലാക്കിയത് എന്നൊരു എനർജി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു ആരാധന, റെസ്പെക്ട് ഒക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ കാരണം ഇവിടെ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോയ സമയത്ത് അല്ലെങ്കിൽ സെപ്പറേഷനിലേക്ക് പോയ സമയത്ത് സാധാരണ ആളുകൾ കരയുകയും ബെഗ് ചെയ്യുകയും ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം, കോൾ അയക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ പുറകെ തന്നെ വിട്ടുകളയാൻ പറ്റാതെ ബെഗ് ചേസ് ചെയ്ത് നടക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓക്കെ എന്നുള്ള രീതിയിൽ അത് വേണ്ട എന്ന് വെച്ച് എന്നെ വേണ്ട എന്ന് വെച്ചിട്ട് പോയൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാനും അവിടെ നിന്ന് ബെഗ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്യുന്നില്ല, അവർക്ക് നല്ലതല്ല, എല്ലാം നല്ലത് വരട്ടെ എന്ന രീതിയിൽ നിങ്ങൾ വളരെ സൈലന്റ് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോരുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ഒരു പ്രശ്നത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും നിന്നതായിട്ട് നമുക്ക് ഇവിടെ തോന്നുന്നില്ല. അതായിരിക്കാം ഇവർക്ക് കൂടുതൽ ഒരു റെസ്പെക്ട് നിങ്ങളോട് തോന്നുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ ഒരു കിങ് ഓഫ് സോർഡ്സിന്റെ കാർഡാണ്. പുറത്തേക്ക് ഇമോഷൻസ് കാണിക്കാതെ ഒരു ലോജിക്കലായിട്ട്
ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവര്. നിങ്ങളുടെ പേര് കേട്ടാൽ ആ ഒരു സമയത്ത് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രന്റ് എനർജി ഉണ്ടാകുമെങ്കിലും എക്സ്പ്രഷൻസ് കാമായിട്ട് അവർ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ 8 ഓഫ് സോർഡ്സിൻ്റെ ഒരു കാർഡാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അവർ ആ ഒരു സമയത്ത് ഓവർ തിങ്കിങ്ങിലേക്ക് ഏർപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു പേരോ എന്തെങ്കിലും മെൻഷൻ ചെയ്യുന്ന സമയത്തും അവർക്ക് അത് തന്നെയാണ് സംഭവിക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഓവർ തിങ്കിങ്ങിലേക്ക് പോവുകയും ചെയ്യുന്നു. അതായത് നിങ്ങളിലേക്ക് റീച്ച് ചെയ്യണമോ, അല്ലെങ്കിൽ ഇനി നിങ്ങളിലേക്ക് വരാനായിട്ട് കുറച്ച് ലേറ്റായി പോയോ, നിങ്ങളെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. ശരിക്കും എന്തായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ്, എനിക്ക് എന്താണ് ഇതിനകത്ത് വന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു കാട് കയറി പോവുകയാണ് അവരുടെ ചിന്തകൾ. അപ്പം ഇങ്ങനെയുള്ള അവരുടെ സ്വന്തം ചിന്തകളിലൂടെ അല്ലെങ്കിൽ പഴയ ഓർമ്മകളിലൂടെ ഒക്കെ ഇവരിങ്ങനെ പോകും. ഇവരെ മെന്റലി ശരിക്കും അതൊരു ട്രാപ്പിൽ പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. അത് അവർക്ക് തന്നെ അറിയാമെങ്കിൽ പോലും അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഡെത്ത് കാർഡ് ഉണ്ട്. ഈ ഒരു കണക്ഷൻ അവരെ ഇന്റേണലി മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പഴയൊരു ഫേസ് അവസാനിച്ചതിൻ്റെ ഒരു പെയിന്, ആ ഒരു ഓർമ്മ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു എൻഡിങ് മാത്രമല്ല, ട്രാൻസ്ഫർമേഷൻ കൂടിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വന്നതിന് ശേഷം അവർ ആ ഒരു പഴയതുപോലെ ആയിരിക്കില്ല. അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്ന സമയത്ത് അവർക്ക് ഒട്ടും ഒരു കോൺഫിഡൻ്റ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയില്ലാത്തൊരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 3 ഓഫ് കപ്സിൻ്റെ ഒരു കാർഡ്. അപ്പം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു ഹാപ്പി മൊമെന്റ്സ് ഇപ്പോഴും അവരുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു, ലൈവായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ചിരികൾ, ഫ്രണ്ട്ഷിപ്പ് വൈബ്, ഇമോഷണൽ കംഫർട്ട്, ഇതെല്ലാം ആ ഒരു നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവർ ഇൻസ്റ്റന്റ്ലി ആ ഒരു ഓർമ്മകൾ അവരിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ 7 ഓഫ് കപ്സിൻ്റെ ഒരു കാർഡ്. ഇങ്ങനെയൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ, ഒന്നും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. എന്താണ് നടന്നത്, എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു തോട്ട്സ് ഇങ്ങനെ വളരെ കൂടുതലായിട്ട് അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പം നിങ്ങളെ കുറിച്ച് അവർക്ക് കുറേ ഫാന്റസീസ് ഉണ്ട്, കുറേ പോസിബിലിറ്റീസ് അവർ കാണുന്നുണ്ട്, അവർ ഫ്യൂച്ചറിനെ കുറിച്ച് കാണുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്ത് അവരിങ്ങനെ ആ ഒരു സമയങ്ങൾ, നിങ്ങളുടെ ആ ഒരു പേര് കേൾക്കുന്ന സമയങ്ങൾ ഇങ്ങനെ അവർ തള്ളി നീക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ 10 ഓഫ് പെന്റക്കിൾസ്. ഡീപ്പായിട്ടുള്ള ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു എപ്പോഴും കൂടെ വേണം നിങ്ങൾ എന്നൊരു രീതിയിലാണ് നിങ്ങളെ കണ്ടിട്ടുള്ളത് ആ ഒരു പേഴ്സൺ. അല്ലാതെ ഒരു കാഷ്വൽ ആയിട്ട് ഒരു തമാശയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയോ ഒന്നുമല്ല അവർ നിങ്ങളെ ലൈഫിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി, അതുപോലെ ഒരു ഫ്യൂച്ചർ കണ്ടിരുന്നു, ഒരു പെർമനന്റ് ആയിട്ടുള്ള കണക്ഷൻ എന്നൊരു എനർജി തന്നെയാണ് നമുക്ക് ഈ കാർഡിലുള്ളത്. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഇത് സീരിയസ് ആയി മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്നൊരു തോട്ട്സ് ഇവർക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതങ്ങൾ സംഭവിച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വന്ന് ഇത് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് നിങ്ങളുടെ പേര് കേൾക്കുന്ന സമയത്ത് അവരുടെ ഒരു തോട്ട്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു കാർഡ് 8 ഓഫ് കപ്സ് ആണ്. അതേസമയം തന്നെ ഇമോഷണലി ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന അതേ സമയത്ത് തന്നെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണുന്നുണ്ട്. കാരണം ഫീലിങ്സ് വളരെ ഡീപ്പാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ഇമോഷൻസ് വീണ്ടും ആക്ടിവേറ്റ് ആകും. അതുകൊണ്ട് അത് അങ്ങനെ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അവർ നിങ്ങളുമായിട്ട് വളരെയധികം അഡിക്റ്റഡ് ആകും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫാമിലി ഇഷ്ടപ്പെടാത്ത റിലേഷൻഷിപ്പോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലാതെ തന്നെ ഇതിനകത്തുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു ഡിറ്റാച്ച്ഡ് ആവുക എന്നത് ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുമായിട്ട് വളരെയധികം അട്രാക്ഷൻ ഈ ഒരു വ്യക്തിക്കുണ്ട് താനും. അപ്പോൾ ഇനിയും ആഗ്രഹമുണ്ട്, ഇനി നല്ല രീതിയിൽ നിങ്ങളോടൊപ്പം ചേർന്ന് പോകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇമോഷണലി അവർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കാരണം വൺസ് ഇനിയും ഒരുമിച്ച് ചേർന്നതിന് ശേഷം വീണ്ടും ഒരു സെപ്പറേഷനോ ഡിസ്റ്റൻസോ വന്നു കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റില്ല. അവർ ഒത്തിരി അഡിക്റ്റഡ് ആണ് നിങ്ങളുടെ. അപ്പോൾ ഈ ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർ സ്വയമേ തന്നെ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് ശ്രമിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഈ ഒരു പേഴ്സൺ ഇവരുടെ ഒരു സ്നേഹവും പ്രതീക്ഷയും അട്രാക്ഷനും എല്ലാം, നിങ്ങളോടുള്ള എല്ലാം ആ ഒരു സ്നേഹം ഇവിടെ ഫ്രണ്ടിൽ വെച്ചതിന് ശേഷം ആ ഒരു വ്യക്തി പിന്തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിലും നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
പിന്നെ ഇവിടെ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേര് ഇവരുടെ മനസ്സിൽ ഒരു ഇമോഷണൽ ട്രിഗർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേര് കേൾക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹം തോന്നുന്നുണ്ട്, ഒരു റിഗ്രറ്റ് ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്, ഒരു ആരാധന വരുന്നുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഫീലിങ്സുകൾ, ഇതെല്ലാം മിക്സഡ് ആയിട്ടാണ് ഇവർക്ക് വരുന്നത്. അപ്പോൾ പുറത്തേക്ക് കൺട്രോൾ ചെയ്തതുപോലെ തോന്നിയാലും ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴും ഒരു സ്ട്രോങ് ഇമ്പാക്റ്റ് ഉള്ള ഒരു വ്യക്തിയായിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ അവർ ഈസി ആയിട്ട് അവർക്ക് മറക്കാൻ പറ്റാത്ത ഒരാളായിട്ട് തന്നെയാണ് നിങ്ങളെ അവർ കാണുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ പഴയ ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു, അതാണ് ഏറ്റവും കൂടുതലായിട്ട് അവർ ഓർമ്മിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു 3 ഓഫ് കപ്സിന്റെ എനർജി, ഹാപ്പി മൊമെന്റ്സ് ഇപ്പോഴും മനസ്സിൽ ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ചിരിയാകട്ടെ, നിങ്ങളുടെ ഒരു വേ ഓഫ് ടോക്കിംഗ്, ഇതെല്ലാം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്.